മണിപ്പൂരിൽ വീണ്ടും സമാധാനത്തിലേക്ക് പോകുന്നു. രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയി സമാധാനത്തിലേക്ക് പോകുന്നു. അവിടെ പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാകുന്നു. മലയാളത്തിലെ മാപ്രകൾ ഇതൊന്നും അറിഞ്ഞില്ല. അവിടെ നൂറ്റാണ്ടുകളായി നേരത്തെ ചെയ്ത തോന്നിയവാസം തന്നെ, ശുദ്ധമായൊരു തോന്നിയവാസം നേരത്തെ മാധ്യമപ്രവർത്തകർ ചെയ്തു. അവിടെ നൂറ്റാണ്ടുകളായി കുക്കികളും നാഗകളും തമ്മിൽ രണ്ട് പ്രദേശത്തിന് വേണ്ടി സമരമുണ്ട്. ഇനി ഞാൻ പറയുന്നത് മാപ്രാസ്, പ്രത്യേകിച്ച് പല ചാനലുകളിലെയും പറയാതെ വയ്യ, ഇരിക്കാതെ വയ്യ, കാണാതെ വയ്യ, കിടക്കാതെ വയ്യ എന്ന് പറയുന്ന ഷാനി ഉസ്മാനല്ല, ഷാനി പ്രഭാകരൻ, സിന്ധു സൂര്യകുമാർ, പിന്നെ മറ്റേ നമ്മുടെ മൊയ്തൂദ് ഒരു ചാനലുണ്ടല്ലോ, അവിടെ വന്നിരുന്ന ഒരു മാന്യൻ തള്ളും. ഈ കുലിക്ക് സർവത്ത് വിറ്റ കഥയൊക്കെ പറയും ഈ മാഹത്തിന്. ഇവർ കുറച്ച് ആളുകൾ തള്ളി മറിച്ചായിരുന്നു. നാഗകളിലും കുക്കികളിലും ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അത് ഇവിടുത്തെ പോലത്തെ ക്രിസ്ത്യാനികളുമല്ല, ഇവിടുത്തെ പോലത്തെ ഹിന്ദുക്കളുമല്ല, മറ്റ് സ്ഥലങ്ങളിലുള്ള പോലത്തെ അല്ല. അവിടെ രണ്ട് വിഭാഗത്തിലും, നാഗയിലുമുണ്ട്, കുക്കിയിലുമുണ്ട്. അവർ തമ്മിൽ സംഘർഷം നടന്നു. എന്തിൻ്റെ പേരിൽ? ജാതിയുടെ പേരിലല്ല, മതത്തിൻ്റെ പേരിലല്ല അവിടെ സംഘർഷം നടന്നത്. വംശീയതയുടെ പേരിൽ രണ്ട് വിഭാഗമായി നിന്ന് രണ്ട് പ്രദേശത്തിൻ്റെ പേരിൽ അവിടെ സമരം നടന്നു. അങ്ങനെ രണ്ട് പ്രദേശത്തിൻ്റെ പേരിൽ സമരം നടന്നപ്പോൾ വലിയ കലാപമുണ്ടായി. ആ കലാപത്തിൽ ഒരുപാട് ഹിന്ദുക്കൾ മരിച്ചു, ഒരുപാട് ക്രിസ്ത്യാനികൾ മരിച്ചു. ക്രിസ്ത്യാനികളിൽ ഒരാളെങ്കിലും മരിച്ചാൽ ഉടൻ തന്നെ ഈ ഷാനി പ്രഭാകരനും പറയാതെ വയ്യയും ഇരിക്കാതെ വയ്യയും നിൽക്കാതെ വയ്യയും പറ്റുന്ന ടീമുകളും കവർ സ്റ്റോറിയും പിന്നെ ഉടുപ്പിട്ട സ്റ്റോറി, ഉടുപ്പിടാത്ത സ്റ്റോറി, ഇവരെല്ലാവരും കൂടി ചാടി വീണ് നരേന്ദ്രമോദിയും BJPയും ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അങ്ങ് അടിച്ച് പപ്പടം പോലെ പരത്തും. സ്മൃതി പരുത്തിക്കാട്, മാധു, വേണു, ഉണ്ണി ബാലകൃഷ്ണൻ, എത്ര പേരാണിരുന്ന് തള്ളിയെന്നറിയാവും. പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട പള്ളിയിൽ അച്ഛന്മാരും പിതാക്കന്മാരും ക്രിസ്ത്യാനികളും കന്യാസ്ത്രീകളും ഇത് വാർത്ത കേൾക്കുമ്പോൾ നോക്കൂ, മണിപ്പൂരിൽ നാഗികളും കുക്കികളും നമ്മുടെ സമരത്തിൽ ക്രിസ്ത്യാനികളെ കൊന്നിരിക്കുന്നു. ഒരു വശത്ത് അപ്പോൾ പറഞ്ഞ് കേട്ടാൽ തോന്നും ഒരു വശത്ത് ഹിന്ദുക്കളും ഒരു വശത്ത് ക്രിസ്ത്യാനികളും. അല്ല. അവിടെ കുക്കികളും നാഗകളും ആയിട്ടുള്ള ആളുകൾ രണ്ട് വിഭാഗമായി നിന്ന് രണ്ട് പ്രാദേശിക പ്രശ്നങ്ങളാണ്, രണ്ട് വിഷയത്തിൽ. അതൊരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു വലിയ വിഷയമാണ് അവിടെ വന്നത്. ആ വിഷയത്തെ കുത്തിപ്പൊക്കി അതിലൊരു വർഗീയ വിഷയം ഇവിടെ കുത്തിവെച്ച് വലിയ തോതിലാണ് അവിടെ ആ മണിപ്പൂരിനെ കേരളത്തിൽ അവതരിപ്പിച്ചത്. ഇടതുപക്ഷത്തിനൊക്കെ ഇതിൽ വലിയ പങ്കുണ്ട്. റഹീമുനെ പോലുള്ള ആളുകൾ, നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഒക്കെ വലിയ തോതിലാണ് പാർലമെൻറ്റിലും കേരളത്തിലുമൊക്കെ ഇതിന് പ്രചരണം നൽകിയത്. പക്ഷേ ആ എല്ലാ പ്രചരണങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് കുക്കികളുടെയും നാഗകളുടെയും നേതാക്കൾ ഉപമുഖ്യമന്ത്രിയായിക്കൊണ്ട് മെയ്തിക്കും കുക്കിക്കും പ്രാതിനിധ്യം ഉറപ്പാക്കി മണിപ്പൂർ സർക്കാരുണ്ടായിരിക്കുകയാണ്. അങ്ങനെ സർക്കാരുണ്ടാക്കിയപ്പോൾ ഈ വാർത്ത കേരളത്തിൽ എത്ര ചാനലുകൾ അന്തിച്ചർച്ചയ്ക്കെടുത്തു, എത്ര ചാനലുകൾ ഇത് ഗൗരവമായി ചർച്ച ചെയ്യുന്നു, എത്ര ചാനലുകൾ ഇത് ഒരു കേവല വാർത്തയ്ക്കപ്പുറമുള്ള സീരിയസായ വാർത്ത കൊടുത്തു, സ്റ്റോറി ചെയ്തു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിലൊരു കുത്തിത്തിരിപ്പിനുള്ള ഒരംശമില്ല. അതേസമയം ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം വെച്ചിരുന്നെങ്കിൽ ഒരു കുത്തിത്തിരിപ്പിനുള്ള അംശമുണ്ടായിരുന്നു. അത് ഉടനെ കൊണ്ടുവന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, യവൻ റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വേണ്ട കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന്. എന്തായാലും BJPയുടെ ഗോവിന്ദാസ് കൊൻതൗജാം, നാഷണൽ പീപ്പിൾസ് പാർട്ടിയിലെ ഹുരായ് ജാം ലോഹൻ സിംഗ് എന്നിവർ മന്ത്രിമാരായി അധികാരമേറ്റു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി യുനാം ഖേചന്ദ് സിംഗ് മുഖ്യമന്ത്രിയായി. വളരെ അവിടെ വലിയ തോതിലാണ് രണ്ട് വിഭാഗം, അതായത് മെയ്ത്തി വിഭാഗത്തിനും കുക്കി വിഭാഗത്തിനും മുൻതൂക്കമുള്ള പുതിയ സർക്കാർ വന്നത്. ഞാൻ പറഞ്ഞത് അവിടുത്തെ NDA സർക്കാർ പുതിയത് വന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ കാര്യങ്ങളെക്കുറിച്ചോ അതൊന്നുമല്ല. നാട്ടിൽ നടക്കുന്ന സത്യങ്ങളെ സത്യമായി പറയാതെ അതിനെ നമ്മുടെ നാട്ടിൽ
പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു മെജോറിറ്റിയുള്ള കുറച്ചൊരു പങ്കാളിത്തമുള്ള നാട്ടിൽ, മുസ്ലിങ്ങൾക്ക് പങ്കാളിത്തമുള്ള നാട്ടിൽ, ഇടതുപക്ഷത്തിന് പങ്കാളിത്തമുള്ള നാട്ടിൽ ഇത് വളരെ വേഗത്തിൽ വിറ്റുപോകും. ഈ പഴയ ഈ കാലത്ത് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ പഴയ കാലം നോക്കിയാൽ നമ്മളൊക്കെ ഈ ചന്തയിൽ പോകും, മാർക്കറ്റിൽ പോകും, കൊച്ചു കുട്ടികളായിരിക്കും. അപ്പോൾ ചെല്ലുമ്പോൾ ഈ ചപ്ലാങ്കട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, രണ്ട് കയ്യിലും വെച്ച് അടിക്കുന്ന, ഒരു കയ്യിൽ വെച്ച് രണ്ടിങ്ങനെ അടിക്കുന്ന ചപ്ലാങ്കട്ടയുണ്ട്. ഈ ചപ്ലാങ്കട്ട അടിച്ചുകൊണ്ട് നാട്ടിൽ ആർക്കെങ്കിലും അവിഹിത ഗർഭം ഉണ്ടാവുമെങ്കിൽ ഒരു 6-7 പേജുള്ള ഒരു ചെറിയ ബുക്കിലെട്ട് ഇറങ്ങും. 7-8 പേജ് കാണത്തുള്ളൂ. അതിൽ പടം കാണത്തില്ല, പാട്ടാണ് സംഭവം. പക്ഷേ ഈ അവിഹിത ഗർഭമാണ് പാട്ട്, അല്ലെങ്കിൽ കൊലപാതകമാണ് പാട്ട്. അന്ന് ഇതാണ് അതിൻ്റെ ഒരു മാധ്യമം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും ഇതെല്ലാം ഉണ്ടല്ലോ, വാട്സപ്പ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും ഇതെല്ലാം ഉണ്ടല്ലോ. അന്ന് ഈ ചപ്ലാങ്കട്ട രാഷ്ട്രീയത്തിൻ്റെ ചപ്ലാങ്കട്ട മാധ്യമത്തിൻ്റെ കാലത്ത് കൊലപാതകവും മിക്കവാറും എല്ലാം അവിഹിതമായിരിക്കും. 2 പൈസ 3 പൈസയാണ് ഈ അവിഹിത ബുക്കിൻ്റെ വില. ഇത്രയും വില കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് ഈ നിൽക്കുന്ന ആളിൻ്റെ അന്നത്തെ സിന്ധു സൂര്യകുമാറും ഈ ഷാനി പ്രഭാകരനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ഈ പറയുന്ന നമ്മളിപ്പോൾ കുറേ പേര് പറഞ്ഞല്ലോ, ആ ടീമുകളാണ് അന്നത്തെ ഈ ചപ്ലാങ്കട്ട അടിക്കുന്ന ടീം. അത് വാങ്ങിച്ചുകൊണ്ട് പോകും. ആളുകളെല്ലാം ചൂടപ്പം പോലെ വിറ്റ് പോകും. കാരണം അവിഹിതമാണല്ലോ, ബലാത്സംഗമാണല്ലോ, കൊലപാതകമാണല്ലോ, വേറെ ഒന്നുമല്ല വിഷയം. ഈ 3 വിഷയമുണ്ട്. ഒന്നിൽ കൊലപാതകം, അച്ഛൻ മോനെ കൊന്നു, മോൻ അച്ഛനെ കൊന്നു, അങ്ങനെ ഭാര്യ ഭർത്താവിനെ കൊന്നു, ഇങ്ങനെയുള്ള കൊലപാതകങ്ങളാണ്, വളരെ വൈകാരികമായ കൊലപാതകം. അല്ലെങ്കിൽ അവിഹിതം, അല്ലെങ്കിൽ പിന്നെ മോഷണം. ഇങ്ങനെ 3-4 വിഷയങ്ങളാണ് വന്നത്. അതിൽ നിന്ന് മാറി വളരെ വലിയ രീതിയിൽ മാധ്യമപ്രവർത്തനം പോയി ലോകം മുഴുവൻ. പക്ഷേ കേരളത്തിലെ മാപ്രകൾ, മാധ്യമപ്രവർത്തകർ, ഈ മാപ്ര എന്ന് പറയുമ്പോൾ കളിയാക്കുന്നതല്ല, ഷോർട്ട് ഫോം പറയുന്നതാണ്. മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ഈ ദൂരദർശിനി അല്ലെങ്കിൽ അവരുടെ ഈ കുഴൽ തിരിച്ചു വച്ചിരിക്കുന്നത് വേറൊരു വിഭാഗത്തിനെതിരെയാണ്. അത് നിങ്ങൾ ചെയ്തോളൂ. BJPക്കെതിരെ അല്ലെങ്കിൽ NDAക്കെതിരെ ഈ സുഭാഷിതം ചാനലും നമ്മുടെ ചാനലും ഞാനുമൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ നയങ്ങൾക്കെതിരെ, അവരുടെ ഈ പിന്നെ ഹിന്ദുത്വ സമീപനങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം സത്യമായി തന്നെ കാണണ്ടേ, യാഥാർത്ഥ്യമായി കാണണ്ടേ. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മണിപ്പൂർ പോലുള്ള വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ ചാനലുകളെല്ലാം അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായി. കേരളത്തിൽ അതിന് വലിയ വർഗീയതയുടെ രൂപം കൊടുത്ത് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഇറക്കി വിട്ടപ്പോൾ അവിടെ ഹിന്ദുക്കളും മരിച്ചിരുന്നു, ക്രിസ്ത്യാനികളും മരിച്ചിരുന്നു. അത് മെയ്ത്തി കുക്കി വിഭാഗത്തിൻ്റെ വംശീയ കലാപത്തിൻ്റെ ഇടമാണെന്നും അങ്ങനെ വന്നതാണെന്നും അതിന് ഇപ്പോഴൊരു ആളിക്കത്തലുണ്ടായെന്നും ആളിക്കത്തലിൽ എല്ലാ 2 വംശത്തിലെയും പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മരിച്ചു പോയി എന്നുള്ള വാർത്ത കൊടുക്കുന്നതിന് പകരം ഒരു ക്രിസ്തീയ ഹിന്ദു പരിപാടിയായിട്ട്, എന്നിട്ട് ആ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതെല്ലാം ഒരു വിഭാഗം ആളുകളാണെന്ന് പറഞ്ഞുള്ള മാധ്യമപ്രവർത്തനം നടത്തിയവർ ദയവായി ഈ ഇപ്പോഴത്തെ പുതിയ വാർത്ത കൂടി അന്തിച്ചർച്ചയ്ക്ക് എടുക്കണം എന്നുള്ള ഒരഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്.